എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 മണിക്കൂർ ലാലേട്ടൻ ആരാധകർക്ക് നിർത്താതെ കൈയടിക്കാം. മലയാള സിനിമയുടെ ഏറ്റവും വലിയ ചിത്രമായ എമ്പുരാന്റെ സെൻസറിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന റിലീസാണ് എമ്പുരാൻ സിനിമയുടേത്. ലാലേട്ടൻ പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി തുടരുകയാണ്. റിലീസിനോട് അടുക്കുമ്പോൾ ഇപ്പോഴത്തെ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. 2 മണിക്കൂറും 59 മിനിറ്റും 52 സെക്കൻഡുമാണ് സിനിമയുടെ ദൈർഘ്യം. അതോടൊപ്പം പുറത്തുവന്ന സെൻസറിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് U/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി 36 കഥാപാത്രങ്ങളുടെ പോസ്റ്ററും അഭിനേതാക്കളുടെ വീഡിയോയും ടീസറും അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഈ വരുന്ന മാർച്ച് 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം എത്തുമ്പോൾ ഏകദേശം 1000 ലൊക്കേഷനിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. കൂടാതെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസിനാണ് ചിത്രം കളമൊരുക്കുന്നത്. ലാലേട്ടൻ ആരാധകർ ഇതിനോടകം തന്നെ 300-ന് മുകളിലുള്ള ഫാൻ ഷോ ചാർട്ടിങ്ങും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ 600-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം ചിത്രത്തിന് മികച്ച പ്രമോഷൻ അണിയറ പ്രവർത്തകർ നൽകിയപ്പോൾ ചിത്രത്തിന്റെ റിലീസിനോട് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ പ്രമോഷൻ കുറയുന്നു എന്നൊരു പോരായ്മ സിനിമാ പ്രേമികളും ലാലേട്ടൻ ആരാധകരും ഉന്നയിക്കുന്നുണ്ട്. എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം എമ്പുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ 3 മണിക്കൂർ എന്ന എമ്പുരാന്റെ സമയദൈർഘ്യം ഒരു പ്രശ്നമാണോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.